നമസ്കാരം. KTU മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡൈനാമിക്സ് ഓഫ് മെഷീനറിയിൽ നിന്നുള്ള 5ാമത്തെ മൊഡ്യൂളിൻ്റെ ഡിസ്കഷൻ വീഡിയോസാണിത്. ഈ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് വൈബ്രേഷനെ കുറിച്ചാണ്. അതായത് ഫ്രീ വൈബ്രേഷൻ, സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റംസ്, എനർജി മെത്തേഡ്സ്, അൺഡാംഡ് ആൻഡ് ഡാംഡ് ഫ്രീ വൈബ്രേഷൻ, വിസ്കസ് ഡാമ്പിംഗ്, ക്രിട്ടിക്കൽ ഡാമ്പിംഗ്, ലോഗരിതമിക് ഡിക്രിമെൻറ്റ്, കൂളം ഡാമ്പിംഗ്, harmonically excited vibrations, response of an undamped and damped system, beat phenomena and transmissibility. ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ടെർമിനോളജീസ് അസോസിയേറ്റഡ് വിത്ത് വൈബ്രേഷൻ ആണ്. അതിലാദ്യത്തെ ഫ്രീ നാച്ചുറൽ വൈബ്രേഷൻ. ഫ്രീ നാച്ചുറൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇനിഷ്യൽ എക്സൈറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ആ സിസ്റ്റം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു പെൻഡുലത്തിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഈ ഒരു മീൻ പൊസിഷൻ വഴി പാസ് ചെയ്ത് എക്സ്ട്രീം പോയിന്റിലെത്തും, തിരിച്ചിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ആ ഒരു വൈബ്രേഷൻ, അതായത് ഇനിഷ്യലി മാത്രം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ അതിനെയാണ് നാച്ചുറൽ ഫ്രീ നാച്ചുറൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. സാധാരണ വൈബ്രേഷൻ അനാലിസിസിൽ യൂസ് ചെയ്യുന്നതാണ് സ്പ്രിംഗ് മാസ് മോഡൽ. ഈ സ്പ്രിംഗ് മാസ് മോഡലിൽ സെയിം എഫക്റ്റ് തന്നെയാണ്. ഒരു ഇനിഷ്യൽ എക്സൈറ്റേഷൻ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്തൊരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത്തരം വൈബ്രേഷനെയാണ് ഫ്രീ നാച്ചുറൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഫ്രീ വൈബ്രേഷൻ്റെ ഡെഫിനിഷനാണിത്. ഇലാസ്റ്റിക് വൈബ്രേഷൻസ് ഇൻ വിച്ച് ദർ ആർ നോ ഫ്രിക്ഷൻ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ്. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ എക്സൈറ്റേഷൻ ഒഴികെ പിന്നെ പീരിയോഡിക്കായിട്ടോ ഒരു ഫോഴ്സും അപ്ലൈ ചെയ്യുന്നില്ല. അടുത്തത് ഡാംഡ് വൈബ്രേഷൻ ആണ്. അപ്പോൾ ഡാംഡ് വൈബ്രേഷൻ്റെ കേസ് എന്താണ്? അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ടൈം പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. അതായത് ഒരു പെൻഡുലം തന്നെയാണെങ്കിലും കുറച്ച് ടൈം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിലേക്ക് കുറയും. അടുത്ത് കുറേ കൂടെ ടൈം കഴിയുമ്പോഴേക്കും പിന്നെ എന്ത് ചെയ്യുള്ളൂ, വൈബ്രേറ്റ് ചെയ്യുന്ന ഇത്രയും ഒരു ആംപ്ലിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് എന്ത് ചെയ്യും, ആ ഒരു ഫ്രിക്ഷൻ കാരണം മീൻ പൊസിഷനിൽ സ്റ്റില്ലായിട്ട് നിൽക്കും. ആ ഒരു കേസിനെയാണ് ഈ ഡാംഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ് വെൻ ദ എനർജി ഓഫ് എ വൈബ്രേറ്റിംഗ് സിസ്റ്റം ഈസ് ഗ്രാജുവലി ഡിസിപ്പേറ്റഡ് ബൈ ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രീ വൈബ്രേഷൻ ആകുമ്പോൾ അതിനകത്ത് ഫ്രിക്ഷൻ ഇല്ല. ഡാംഡ് വൈബ്രേഷൻ ആകുമ്പോഴേക്കും ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ കാരണം എനർജി ഡിസിപ്പേഷൻ ഉണ്ടാകുന്നു. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ കമ്പാരിസൺ ആണ്. മീൻ പൊസിഷനിൽ നിന്ന് ഇത് എക്സ്ട്രീം പൊസിഷനാണ്. മീൻ പൊസിഷനിലൂടെ പാസ് ചെയ്ത് വീണ്ടും എക്സ്ട്രീം പൊസിഷൻ എത്തുന്നു. അതായത് പെൻഡുലം ആണെങ്കിൽ മീൻ പൊസിഷൻ ഒരു എക്സ്ട്രീം പൊസിഷൻ എ എന്നെടുക്കാം, തിരിച്ച് വീണ്ടും മീൻ പൊസിഷനിൽ പോയിട്ട് വീണ്ടും ഒരു എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്തുന്നു. അപ്പോൾ ആ ഒരു ഗ്രാഫാണിത്. ഈ ഫ്രീ നാച്ചുറൽ വൈബ്രേഷനകത്ത്, അതായത് ഡാമ്പിംഗ് ഇല്ലാത്ത കേസിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടൈം മാറുന്നതനുസരിച്ച് ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസം വരില്ല, ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ജസ്റ്റ് A0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതും A0 തന്നെ ആയിരിക്കും. പക്ഷേ ഡാംഡ് വൈബ്രേഷൻ ആകുമ്പോഴേക്കും ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും, ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. കാരണം എന്താണ്, എനർജി ഡിസിപ്പേഷൻ ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫ്രീ വൈബ്രേഷനുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. ഫ്രീ വൈബ്രേഷൻ ആണെങ്കിൽ ആദ്യം വരുന്ന ഒരു ഇനിഷ്യൽ എക്സൈറ്റേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോഴ്സ് വൈബ്രേഷൻ when a repeated force continuously acts on a system, the vibration are said to be forced. അപ്പോൾ ഇത് വരുന്നത് മെയിനായിട്ട് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന നമ്മുടെ മെഷീൻസ്, അതായത് മോട്ടർ, ഓട്ടോമൊബൈലിൻ്റെ കേസിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്ത് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, വൈബ്രേഷനായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഫോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു കേസാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ടൈം പീരീഡ് എന്ന് പറയുന്നത് അതെന്താണ്, ഒരു പോയിന്റിൽ നിന്ന്, ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇതൊരു പെൻഡുലമായിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് അടുത്ത എക്സ്ട്രീം പൊസിഷനിൽ പോകുന്നു, തിരിച്ച് വീണ്ടും പഴയ പൊസിഷനിൽ തന്നെ എത്തുന്നവരെയുള്ള ടൈം. അപ്പോൾ ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ എ മോഷൻ ടു റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. അതായത് ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയാൽ ആ പോയിന്റ് തന്നെ എത്താനുള്ള, ആ സമയത്ത് എന്ത് ചെയ്യണം, 2 പ്രാവശ്യം മീൻ പൊസിഷനിൽ പാസ് ചെയ്തിരിക്കണം. അടുത്തൊരു ടൈമാണ് സൈക്കിൾ. നമ്മൾ ടൈം പീരീഡ് പറഞ്ഞതുപോലെ തന്നെ ടൈം പീരീഡിൽ എന്ത് ചെയ്തു, ഒരു പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സ്ട്രീം പോയിന്റിൽ പോയി തിരിച്ച് ആ പൊസിഷൻ വരെ എത്തി. ഈ ഒരു മോഷനെ തന്നെയാണ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മോഷൻ കംപ്ലീറ്റഡ് ഡ്യൂറിങ് 1 ടൈം പീരീഡ്. ഓക്കെ,
നെക്സ്റ്റ് ടെർമിനോളജിയാണ് ഫ്രീക്വൻസി. ഇറ്റ്സ് എ നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് മോഷൻ കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ്. ഓക്കെ, നിങ്ങൾ നേരത്തെ തന്നെ പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. അപ്പോൾ ഫ്രീക്വൻസി കിട്ടാൻ വേണ്ടി Fn=1/t ചെയ്താൽ മതി, 1 ടൈം പീരീഡ്. ഓക്കെ, അല്ലെങ്കിൽ 1/2π⍵ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രീക്വൻസി കാണുക എന്നുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ടും ഈ മോഡ്യൂളിൽ നിന്ന് ന്യൂമറിക്കൽ ആയിട്ട് ചോദിക്കുന്നത്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നതിൽ കൂടുതലും, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ, ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസുമാണ്. അടുത്തൊരു ടെർമിനോളജിയാണ് റെസൊണൻസ്. നമ്മൾ റെസൊണൻസ് കോളം എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ചെയ്യുന്നത്, അതായത് നമ്മൾ എക്സൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും ആ ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും തമ്മിൽ കോയിൻസൈഡ് ചെയ്താൽ ഇതിൻ്റെ വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും, അതായത് എക്സസീവ് വൈബ്രേഷൻസ് ആയിരിക്കും. അതിൻ്റെ ഡെഫിനിഷനാണ് when the frequency of external force is the same as that of natural frequency of the system, a state of resonance is said to have been reached. The resonance results in large amplitude of vibration and this may be dangerous. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന മെയിൻ ടെർമിനോളജീസ്. ബാക്കി അതിൻ്റെ അടുത്ത ഇതിൽ നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് വൈബ്രേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈബ്രേഷൻ. ഓക്കെ, താങ്ക് യു.